പാകിസ്ഥാന്റെ ആർമി ചീഫ് അസീം മുനീർ സൗദി കിരീടാവകാശിയുടെ കൂടെ ഇരിക്കുന്ന ചിത്രമാണ്. ഒന്ന് ശ്രദ്ധിക്കുക. ഇത് ചൈനീസ് വിദേശകാര്യമന്ത്രിയോടൊപ്പം അദ്ദേഹം നിൽക്കുന്ന ചിത്രമാണ്. ഇത് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് നമ്മുടെ എർദോഗൻ, തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗന്റെ കൂടെ നിൽക്കുന്ന ചിത്രമാണ്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ചിത്രം എന്ന് പറയുന്നത് UAE പ്രസിഡന്റിന്റെ കൂടെ നിൽക്കുന്ന ചിത്രമാണ്. ഇവിടെ എല്ലാം അദ്ദേഹം യൂണിഫോം ഇട്ടിട്ടാണ് നിൽക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ പോയ ആദ്യ സമയത്ത് തന്നെ അദ്ദേഹം സ്യൂട്ടും ടൈയും ധരിച്ചിട്ടാണ് പോകുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ആർമി വേഷത്തിലല്ല പോയത്. അത് അങ്ങോട്ട് പോയത് കൊണ്ടാണെന്ന് പറയാം. എന്നാൽ പാകിസ്ഥാനിലോട്ട് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് വരുന്ന സമയത്ത് പാകിസ്ഥാന്റെ ആർമി ചീഫിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ യൂണിഫോം ധരിക്കാം അല്ലേ? പക്ഷെ അപ്പോഴും അദ്ദേഹം ധരിച്ചത് സ്യൂട്ടും ടൈയുമാണ്. ആ ചിത്രങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. എന്തുകൊണ്ടായിരിക്കാം പാകിസ്ഥാന്റെ ആർമി ചീഫ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ യൂണിഫോമിനെ മാറ്റിവെച്ചിട്ട് സ്യൂട്ടും ടൈയും ധരിച്ച അമേരിക്കൻ നേതാക്കളെ സ്വീകരിക്കുന്നത്? അതിനൊറ്റ കാരണമേ ഉള്ളൂ, അമേരിക്കയ്ക്ക് അതാണ് ഇഷ്ടം. അമേരിക്കയുടെ സേവകര് മാത്രമാണ് പാകിസ്ഥാനും അസീം മുനീറും ഒക്കെ എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് ഈ സംഭവം എന്ന് പറയുന്നത്. ഈ ദൃശ്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. എത്ര വിനയത്തോടെ ഭവ്യതയോടെ ഒരു അടിമയെ പോലെയാണ് ഇവിടെ അസീം മുനീർ നിൽക്കുന്നത് അമേരിക്കയുടെ നേതാക്കളുടെ മുമ്പിൽ. 1% പോലും സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്ത അമേരിക്കൻ ഭരണകൂടത്തിന്റെ വെറും കൂലി പണിക്കാരെ പോലെയാണ് ഇന്ന് പാകിസ്ഥാനിലെ ഭരണകൂടവും ആർമിയും ഒക്കെ. ഇത് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയാണ്. സെലൻസ്കി ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ട്രംപിനെ കാണാൻ വേണ്ടിയിട്ട് വൈറ്റ് ഹൗസിലേക്ക് വരികയുണ്ടായി. വന്നപ്പോൾ അന്ന് ട്രംപും വൈസ് പ്രസിഡന്റ് JD വാൻസും കൂടി ഇദ്ദേഹത്തെ പറയാൻ ഇനിയൊന്നുമില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് അന്ന് സെലൻസ്കി ഒരു സാധാരണ ഒരു വസ്ത്രം ധരിച്ചാണ് അവിടേക്ക് വന്നത്. യുദ്ധം നടക്കുന്ന സമയമാണ്. അതായത് സാധാരണ ഈ അമേരിക്കയുടെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ കീഴ്വഴക്കം എന്ന് പറയുന്നത് പ്രസിഡന്റിനെയോ വൈസ് പ്രസിഡന്റിനെയോ ഒക്കെ കാണുന്ന സമയത്ത് ഇനിയിപ്പോൾ രാഷ്ട്രത്തലവന്മാരാണെങ്കിൽ പോലും മറ്റ് രാജ്യങ്ങളുടെ രാഷ്ട്രത്തലവന്മാരാണെങ്കിൽ പോലും ഫോർമൽ വസ്ത്രങ്ങൾ ധരിക്കണമെന്നാണ് അമേരിക്കയുടെ ഒരു നയം അല്ലെങ്കിൽ അവരുടെ ഒരു കീഴ്വഴക്കം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് അവർ വലിയ ഇൻസൾട്ടായിട്ടൊക്കെ കാണും. ഇതിനൊരു ഇളവ് പലപ്പോഴും ഈ രാജാക്കന്മാർ ഉണ്ടല്ലോ, അവർക്ക് റോയൽ ഫാമിലിയിലുള്ളവർക്ക് അവരുടെ റോയൽ വസ്ത്രം ധരിക്കാം. അതുകൊണ്ട് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്കോ അല്ലെങ്കിൽ ബ്രൂണൈ പോലുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ തായ്ലൻഡ് ഇവിടെയൊക്കെ ഉള്ള രാജാക്കന്മാർക്ക് അവരുടെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം. അത് ഒരു റോയൽ ഫാമിലി ആയതുകൊണ്ട് അതൊരു പ്രശ്നമല്ല. ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ ഈ അമേരിക്കയുടെ കാഴ്ചപ്പാടനുസരിച്ച് സ്യൂട്ടും ടൈയും ഒക്കെ ധരിച്ചു വേണം പോകാൻ. ഇതിന് ഒരു അപവാദമായിട്ടുള്ള ഒരു ലോക നേതാവ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. മോദിയെ അമേരിക്കയുടെ തിട്ടൂരങ്ങൾക്കനുസരിച്ച് വസ്ത്രം ധരിക്കാനൊന്നും കിട്ടില്ല. മാത്രമല്ല പലപ്പോഴും അന്താരാഷ്ട്ര വേദികളിൽ ഉൾപ്പെടെ നരേന്ദ്രമോദി ഹിന്ദി ഭാഷ സംസാരിക്കാൻ ശ്രമിക്കും. അഥവാ എല്ലാവരും ഇത് അറിയണം, ഇന്ത്യയുടെ ഈ അഭിപ്രായം അറിയണം എന്ന് സവിശേഷ താല്പര്യമുള്ള വിഷയങ്ങളിൽ മാത്രമാണ് ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇംഗ്ലീഷ് സംസാരിക്കുന്നത്. അല്ലാത്തപ്പോഴും അദ്ദേഹം ഹിന്ദി സംസാരിക്കും. അപ്പോൾ ഈ അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രസിഡന്റിനെ വൈസ് പ്രസിഡന്റിനെയൊക്കെ കാണുന്ന സമയത്ത് കോട്ടും സ്യൂട്ടും ഒക്കെ ഇടണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്യൂട്ടും ടൈയും ഒക്കെ കെട്ടി ഇംഗ്ലീഷിൽ സംസാരിക്കണം. ഇതൊക്കെയാണ് അവരുടെ ഒരു അലിഖിത നിയമം എന്ന് പറയുന്നത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പാകിസ്ഥാനിൽ വന്ന സമയത്ത് കൗതുകം തോന്നിയ കാഴ്ച എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാന്റെ ആർമി ചീഫ് അസീം മുനീർ അമേരിക്കയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കോട്ടും ടൈയും ഒക്കെ ഇട്ട് നിൽക്കുകയാണ്, സ്യൂട്ടും ടൈയും ഒക്കെ ഇട്ട് നിൽക്കുകയാണ്. എന്തൊരു വിരോധാഭാസമാണ് നോക്കൂ. ഇങ്ങനെ അമേരിക്കയുടെ എത്ര കാലം അമേരിക്കയുടെ ഷൂ നക്കി ഇങ്ങനെ ഇവർ ജീവിക്കും എന്നുള്ളതാണ്. പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന നമ്മുടെ ഇമ്രാൻഖാൻ പലപ്പോഴും പുള്ളിയുടെ ഒരു ട്രഡീഷണൽ ഡ്രസ്സാണ് അന്താരാഷ്ട്ര വേദികളിലൊക്കെ ധരിക്കാറുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി വന്ന ആ ഇടയ്ക്കൊക്കെ പുള്ളിയും സാധാരണ വസ്ത്രങ്ങളൊക്കെ ധരിക്കുമെങ്കിലും ഇപ്പോഴ് അമേരിക്കയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ വലിയ കൂടിയ ആൾക്കാരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ സ്യൂട്ടും ടൈയും ഒക്കെ ധരിക്കുന്നത് സ്ഥിരമാക്കിയിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, സാധാരണ ഇപ്പോൾ ഇറാന്റെ നേതാക്കളെയോ മറ്റ് രാഷ്ട്രത്തലവന്മാരെയൊക്കെ കാണുമ്പോൾ പലപ്പോഴും അസീം മുനീർ സാധാരണ വസ്ത്രമൊക്കെ ധരിക്കുമെങ്കിലും പ്രസിഡന്റ് ട്രംപിനെയോ വൈസ് പ്രസിഡന്റിനെയോ കാണണമെങ്കിൽ അസീം മുനീർ സ്യൂട്ടിട്ടേ പോകുള്ളൂ. ഒരവസ്ഥയാണ് നമ്മൾ കാണേണ്ടത്. അമേരിക്കയുടെ കാല് പിടിച്ച് അമേരിക്കയ്ക്ക് പാദസേവ ചെയ്ത് എത്ര കാലം ഇങ്ങനെ പാകിസ്ഥാൻ മുന്നോട്ട് പോകും എന്നുള്ളതാണ് കാണേണ്ടത്. ശരിക്കും ആഭ്യന്തരമായിട്ട് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു രാജ്യമാണ്. എപ്പോൾ വേണമെങ്കിലും 2, 3, 4 ഒക്കെ ആയിട്ട് അത് പിളരാം. പാകിസ്ഥാന്റെ അവസ്ഥയെക്കുറിച്ച് ഞാനിവിടെ ഇരുന്ന് പറയുന്നതിനേക്കാളും നല്ലത് ആർക്കും പരിശോധിക്കാവുന്നതാണ്. പാകിസ്ഥാനിലെ വീഡിയോ ദൃശ്യങ്ങൾ ധാരാളം സോഷ്യൽ മീഡിയയിൽ നിന്നുണ്ട്. അവിടുത്തെ വാർത്തകളുണ്ട്. അവരുടെ GDP നോക്കുക, പെർ ക്യാപിറ്റ നോക്കുക.
ഒരു ബിസിനസ്സും നടക്കാത്ത, ഒരു തരത്തിലുള്ള വളർച്ചയും കാണിക്കാതെ വളരെയധികം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എക്കണോമി ഉള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. പക്ഷെ അവര് PR വർക്കിലൂടെ ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ വലിയ സമ്പന്നരാണ്, അല്ലെങ്കിൽ ഞങ്ങൾ വലിയ സംഭവമാണെന്നൊക്കെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ അതിനു വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് പാദസേവ ചെയ്യുന്ന ഒരു പാകിസ്ഥാൻ മിലിറ്ററി ചീഫും അതുപോലെ തന്നെ അവരുടെ പ്രധാനമന്ത്രിയും ഒക്കെയാണ് കാണുന്നത്. ഇതിൽ ഏറ്റവും കൗതുകമുള്ള കാര്യം, പാകിസ്ഥാൻ ഇപ്പോ യഥാർത്ഥത്തിൽ ഭരിക്കുന്നത് ഈ പറയുന്ന ആർമി ചീഫാണ്. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്നത് വെറും കോമഡി ആയിട്ട് മാറുകയാണ്. അസിം മുനീർ ആണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. എവിടെയൊക്കെ നമ്മുടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി പോവോ അവിടെയൊക്കെ ഈ പറയുന്ന നമ്മുടെ അസിം മുനീറും വാലായിട്ട് നടക്കുന്നത് കാണാം. അപ്പൊ ഇതൊക്കെയാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, പാകിസ്ഥാൻ ഇപ്പോൾ ശരിക്കും ഒരു ബ്രോക്കർ പണി എടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. JD വാൻസിനെ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ കാണണം. ഈ യുദ്ധം അവസാനിക്കേണ്ടത് തീർച്ചയായിട്ടും എല്ലാവരുടെയും ആവശ്യമാണ്, ഇന്ത്യയുടെയും ആവശ്യമാണ്. അതിൽ പാകിസ്ഥാൻ മുൻകൈയെടുത്ത് അത് നടത്തുമെങ്കിൽ അതിലും സന്തോഷമേ ഉള്ളൂ. കാരണം ഇന്ത്യയുടെ ഒരു ഗോൾ അല്ലേ അത്, ഇന്ത്യയുടെ താല്പര്യമുള്ള മേഖലയുമല്ല. ഇന്ത്യ അവിടെ പാകിസ്ഥാന് ഒരു കോമ്പറ്റീഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നേ ഇല്ല. പാകിസ്ഥാനോ ഒമാനോ ഖത്തറോ തുർക്കിയോ ബ്രോക്കേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങൾ അത് ചെയ്തോട്ടെ. പക്ഷെ ഇവിടെ അതല്ല പ്രശ്നം. പാകിസ്ഥാൻ എത്രത്തോളം തരം താഴ്ന്നു കൊടുക്കുന്നു എന്നുള്ളതാണ്. അസിം മുനീറിന്റെ ആ ഒരു കോലം നോക്കണം. അമേരിക്കൻ വൈസ് പ്രസിഡന്റിനെ സ്വീകരിക്കാൻ വേണ്ടി കോട്ട് ധരിക്കുക, ഇത്രയും താഴ്ന്നു കൊടുത്ത് നടു വളച്ചു കൊടുത്തിട്ടൊക്കെ ഇങ്ങനെ കിട്ടുന്ന ഡോളർ എന്തല്ലേ, ഒരു രാജ്യത്തിന് കുറച്ചൊരു ആത്മാഭിമാനമൊക്കെ വേണ്ടേ? എന്തായാലും അത് പാകിസ്ഥാൻ ഉണ്ടെന്ന് തോന്നുന്നില്ല.